അറിയാമല്ലോ, ഇന്ന് പുറത്തു വന്നൊരു വാർത്തയുണ്ട്. പ്രണാബ് മുഖർജിയുടെ മകള്, ആ പ്രണാബ് മുഖർജിയുടെ മകള് പറഞ്ഞത്, പ്രണാബ് മുഖർജി അദ്ദേഹത്തോട് പറഞ്ഞത്, കോൺഗ്രസ് പ്രത്യേകിച്ചും സോണിയാഗാന്ധി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നെ പ്രധാനമന്ത്രിയാക്കുമെന്ന് എനിക്ക് ഒരു താല്പര്യവും ഒരു പ്രധാനമന്ത്രി ആക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് അറിയാമല്ലോ, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്ന സമയത്ത് രാജീവ് ഗാന്ധി കൽക്കട്ടയിലായിരുന്നു. ആ രാജീവ് ഗാന്ധിയുമായി ഒരുമിച്ച് പ്ലെയിനിൽ വരുന്ന പ്രണാബ് മുഖർജി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, യാത്ര ചെയ്ത് വരുമ്പോൾ രാജീവ് ഗാന്ധി വളരെ ആകാംക്ഷയോട് ചോദിച്ചു അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും എന്നപ്പോൾ പറഞ്ഞപ്പോൾ പ്രണാബ് മുഖർജി പറഞ്ഞു പാർലമെന്ററി പാർട്ടി തീരുമാനിക്കും, ഏതെങ്കിലും സീനിയർ ആയിട്ടുള്ള നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ സമയത്ത് മുഖം തിരിച്ചു പോയ രാജീവ് ഗാന്ധി അതിനുശേഷം എങ്ങനെയാണ് പ്രണാബ് മുഖർജിയോട് പെരുമാറിയിട്ടുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടും, മറ്റേതെങ്കിലും ഒരു മുന്നണി അത് ആവശ്യപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ INDA ഒക്കെ ചാവിളയാകും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട ശ്രീമാൻ സേനാപതി വേണു. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളെ പെട്രോളിയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പോകുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു, ഓയിൽ ബോണ്ട് എത്രയാണ് കടം ഉണ്ടാക്കി വെച്ചിട്ട് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്തായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി, ഇന്ത്യയുടെ ഗ്രാമങ്ങളുടെ സ്ഥിതി എല്ലാവർക്കും അറിയാം. ഇന്ന് നിങ്ങൾ നോക്കൂ, ഇന്ത്യ നമ്മുടെ വർഷങ്ങളോളം നമ്മളെ ഭരിച്ച് മുടിച്ച് പോയ ബ്രിട്ടൻ, ആ ബ്രിട്ടന് കണക്ക് തീർത്തത് യുദ്ധം ചെയ്തല്ല, ആ ബ്രിട്ടനെ പിന്നിലാക്കിക്കൊണ്ട് നമ്മൾ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി യാതൊരു സംശയം വേണ്ട. ഇനി നമ്മുടെ ഏകദേശം 2030 ആവുമ്പോൾ $7 ട്രില്യൺ ഇന്ത്യയുടെ എക്കോണമിയായി മാറി 3ാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തും. അത് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ എത്ര കള്ളം പ്രചരിപ്പിച്ചാലും ഇന്ന് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് സൗജന്യ ഗ്യാസ്, സൗജന്യമായിട്ടുള്ള വെള്ളം, അതുപോലെ തന്നെ സൗജന്യമായി സാമ്പത്തിക സഹായം എല്ലാം വലിയ രീതിയിൽ ഈ നാട്ടിലെ അർഹതപ്പെട്ട ആളുകൾക്ക്, നിങ്ങളുടെ ഭരണകാലത്തെ പോലെ സമ്പന്നർക്കല്ല, ഏറ്റവും താഴെയുള്ള ദരിദ്ര നാരായണന്മാര് അവരുടെ കയ്യിലേക്ക് എത്തുകയാണ് നേരിട്ട് പണം. ഒരു പണവും ഇടനിലക്കാർ കൊണ്ടുപോകുന്നില്ല. സൗജന്യ ഗ്യാസ് കിട്ടും, സൗജന്യ വെള്ളം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപ ഇവിടുത്തെ പട്ടിണി പാവങ്ങളുടെ ജീവിതത്തിൽ അവരുടെ മെഡിക്കൽ സഹായമായി എത്തുന്നുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതി. അതുപോലെ 6000 രൂപ ദരിദ്ര നാരായണന്മാരായ കർഷകരുടെ കയ്യിലേക്ക് ഓരോ വർഷവും എത്തുന്നുണ്ട്. അത് ഇനി വർദ്ധിപ്പിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭരണം, അത് സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിച്ച് അറിയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഈ കാര്യങ്ങൾ, ഈ വർഗീയത ഒന്നും ചെലവാകില്ല. നിങ്ങളൊക്കെ പറയും രാവിലെ നരേന്ദ്രമോദി 2 ന്യൂനപക്ഷക്കാരെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കും, ഉച്ചയാകുമ്പോൾ 2 പേരെ ഫ്രൈ ആയിട്ട് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാം, വാചകമടിക്കാം, സ്റ്റേജ് പ്രസംഗത്തിന് കൊള്ളാം. സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം, ന്യൂനപക്ഷങ്ങൾക്കറിയാം എന്താണ് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA നേതൃത്വത്തിൽ കൊടുക്കുന്ന ഗവൺമെന്റിന്റെ സമീപനമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ജാതിയുടെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയിട്ടുണ്ടോ? അർഹതപ്പെട്ട ആളാണെങ്കിൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അവന്റെ കയ്യിലേക്ക് ഗവൺമെന്റിന്റെ ആനുകൂല്യം ഒരു പൈസ നഷ്ടപ്പെടാതെ എത്തുന്നുണ്ട്. അത് ആണ് പ്രിയമുള്ള സേനാപതി വേണുവും അതുപോലെ മറ്റേ LDFന്റെ സുഹൃത്തും ആലോചിക്കേണ്ടത്. മുസ്ലിം ഭൂരിപക്ഷ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ പോലും വലിയ രീതിയിലുള്ള വിജയം ഭാരതീയ ജനതാ പാർട്ടിയെ തേടിയെത്തിയത് ആ സമീപനമാണ്. ആരോടും പ്രീണനമില്ലാതെ ഇൻക്ലൂസീവായിട്ടുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA. അതാണ് BJP ആത്മവിശ്വാസം.